പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്തുന്നവരുടെ യോഗ്യതകൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാതിരിക്കുന്നതിന് PSC സെക്രട്ടറിയോട് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. പത്തനംതിട്ട കലഞ്ഞൂർ സ്വദേശി ഡോക്ടർ സന്ധ്യ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ചിട്ടും വിവരം നിഷേധിച്ചതിനാൽ PSC ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ നടപടിയെടുക്കുന്നതിന്റെ മുന്നോടിയായാണ് ഷോക്കോസ് നോട്ടീസ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ കൊമേഴ്സ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് മൂല്യനിർണ്ണയം നടത്തേണ്ട അധ്യാപകർക്ക് PSC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയെന്നായിരുന്നു വിവരാവകാശ പ്രകാരമുള്ള പ്രധാന ചോദ്യങ്ങളിലൊന്ന്. എന്നാൽ കലഞ്ഞൂർ സ്വദേശിനി ഡോക്ടർ സന്ധ്യ ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തിപരമായ വിവരങ്ങളാണെന്നും നൽകാൻ കഴിയില്ല എന്നുമായിരുന്നു PSCയുടെ മറുപടി. വീണ്ടും PSC ജോയിന്റ് സെക്രട്ടറിക്ക് ഇക്കാര്യത്തിൽ അപ്പീൽ നൽകിയെങ്കിലും മറുപടി ഉണ്ടായില്ല. തുടർന്നാണ് വിവരാവകാശ കമ്മീഷനെ സമീപിച്ചതെന്ന് പരാതിക്കാരിയുടെ അഭിഭാഷകൻ KS വിനയകുമാർ പറഞ്ഞു. രാജ്യസുരക്ഷയെ ബാധിക്കുന്നതാണെന്നും PSCയുടെ വ്യക്തിഗതമായ വെളിപ്പെടുത്തലുകളാണെന്നും പറഞ്ഞിട്ട് ഈ ചോദ്യങ്ങൾ നിരസിക്കുകയും മറുപടി കൊടുക്കാതിരിക്കുകയുണ്ടായി. എന്നാൽ പ്രസ്തുത ചോദ്യങ്ങൾ വിവരാവകാശ കമ്മീഷൻ മുമ്പാകെ വീണ്ടും അപ്പീലായി കൊടുക്കുകയും കമ്മീഷൻ കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം വ്യക്തിഗതമായ നിയമങ്ങൾ ഒഴിച്ച് ബാക്കി വിവരങ്ങളെല്ലാം ഏപ്രിൽ 4 മുമ്പേ നൽകിയിരിക്കണമെന്നും നൽകിയില്ല എങ്കിൽ വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 20 പ്രകാരം ഉദ്യോഗസ്ഥരുടെ പേരിൽ പീനൽ നടപടികൾ കൈക്കൊള്ളുമെന്നും ഉത്തരവായിട്ടുണ്ട്. വ്യക്തിയെക്കുറിച്ചുള്ള വിവരങ്ങളല്ലാത്തതിനാൽ സെക്ഷൻ 8(1) പ്രകാരം നിഷേധിക്കാൻ കഴിയില്ലെന്നും പൊതുമാനദണ്ഡമായതിനാൽ PSC നേരത്തെ തന്നെ ഈ വിവരങ്ങൾ സൈറ്റിൽ പ്രസിദ്ധീകരിക്കേണ്ടതാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ A. അബ്ദുൽ ഹക്കീം ഉത്തരവിൽ വ്യക്തമാക്കി. വിവരങ്ങൾ ഏപ്രിൽ 4 അപേക്ഷകയ്ക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നും ഉത്തരവിലുണ്ട്. പരാതിക്കാരി ആവശ്യപ്പെട്ടതും സമാനമായ പൊതുവിവരങ്ങളും ഏപ്രിൽ 12 സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും വേണം. PSC സെക്രട്ടറിയുടെ വിശദീകരണവും ഇൻഫർമേഷൻ ഓഫീസറുടെ ഷോക്കോസിനുമുള്ള മറുപടിയും ഈ മാസം 30 സമർപ്പിക്കുകയും വേണം എന്നാണ് ഉത്തരവ്. ജനം, തിരുവനന്തപുരം.